ആര് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ലഹുലായിപ്പോയോ, അശ്രദ്ധയിലായിപ്പോയോ, ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, അവരാകുന്നു നഷ്ടം പറ്റിയ ആളുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്തു അൽ മുനാഫിഖൂൻ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون. وإذا قيل لهم, അവരോട് പറയപ്പെട്ടാൽ, അഥവാ മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ, തആലൗ, നിങ്ങൾ വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾ വരൂ എങ്കിൽ യസ്തഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാം, നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നതാണ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരൂ, അതിനുവേണ്ടി വരൂ എന്ന് പറയപ്പെട്ടാൽ, ലൗവൗ റുഊസഹും, അവരവരുടെ റുഊസ്, റഅസിന്റെ ജംആണ്, ബഹുവചനമാണ് റുഊസ്, അവരുടെ തല അവർ തിരിക്കുകയും, വറഅയ്തഹും, നിനക്കവരെ കാണാം, യസുദ്ദൂന, അവരങ്ങ് തിരിഞ്ഞു പോകുന്നത് കാണാം, വഹും മുസ്തക്ബിറൂൻ, കിബ്ർ നടിച്ചുകൊണ്ട്, അഹങ്കരിച്ചുകൊണ്ട്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും, സവാഉൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ ഒരുപോലെയാണ്, അസ്തഗ്ഫർത ലഹും, ഓ നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താലും, ഔ അം ലം തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി താങ്കൾ ഇസ്തിഗ്ഫാർ ചെയ്തില്ലെങ്കിലും, ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി ഒരേപോലെയാണ് കാര്യം. ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അഊദു ബില്ലാഹ്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലാ യഹ്ദി, അവൻ ഹിദായത്തിലാക്കുകയില്ല, അൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖുകളായ ആ വിഭാഗത്തെ, ഫുസൂഖിന്റെ ആളുകളാണവർ, അഥവാ അള്ളാഹുവിന്റെ താഅത്തിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ, അതിനാണ് ഫിസ്ഖ് എന്ന് പറയുക. അഥവാ അള്ളാഹുവിനനുസരിക്കാതെ ധിക്കാരികളായി പോയ ആളുകളാണവർ, അവർ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. ഹുമുൽ ലദീന യഖൂലൂൻ, അവരാണ് പറയുന്ന ആളുകൾ, ഇങ്ങനെ പറയുന്ന ആളുകൾ, ലാ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കരുത്, അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദു, ആർക്ക് വേണ്ടി ചെലവഴിക്കരുത്, ആർക്ക് കൊടുക്കരുത്, അലാ മൻ ഇൻദ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലുള്ളവർക്ക് നിങ്ങളൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നവരാണവർ. ഹത്താ യൻഫദ്ദു, അവർ പിരിഞ്ഞു പോകുന്നത് വരെ, അവർ പിരിഞ്ഞു പോട്ടെ, അവർക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നബിയുടെ സഹാബത്തിനോടുള്ള വെറുപ്പ് ഈ മുനാഫിഖുകളുടെ അടയാളമാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ് വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, അവർ കൊടുത്തില്ലെങ്കിൽ എന്താണ്, അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചവർക്ക് മുടങ്ങിപ്പോകുമോ? ഇല്ല. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി, അള്ളാഹുവിൻ്റെതാണ്, ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖസാനകൾ, അതിലെ ഖജനാവുകൾ, എല്ലാ സമ്പത്തും റബ്ബിൻ്റെതാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, പക്ഷേ മുനാഫിഖുകൾ ലാ യഫ്ഖഹൂൻ, അവർ തിരിച്ചറിയുന്നില്ല. യഖൂലൂൻ, അവർ പറയുന്നു, ലഇൻ റജഅനാ ഇലൽ മദീന, ലഇൻ റജഅനാ, നമ്മൾ തിരിച്ചുപോയാൽ, ഇലൽ മദീന, മദീനയിലേക്ക് തിരിച്ചുപോയാൽ, ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, അവിടെയുള്ള ഇസ്സത്തുള്ളവർ, അന്തസ്സും പ്രതാപവുമൊക്കെ ഉള്ള ആളുകൾ പുറത്താക്കും, മിൻഹ, അവിടെ നിന്ന്, അഥവാ മദീനയിൽ നിന്ന്, അൽ അദൽ, അന്തസ്സില്ലാത്ത, ദില്ലത്തുള്ള ആളുകൾ, നിന്ദരായ ആളുകളെ അവിടെയുള്ള വലിയ വലിയ ആളുകൾ പുറത്താക്കും എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് അവരെയാണ് ഇസ്സത്ത് എന്ന്. അതില്ലത്ത് എന്ന് അവരുദ്ദേശിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന
മുഹാജിറുകളായ മഹാന്മാരായ സഹാബത്തിനെ അവരങ്ങൾ പുറത്താക്കും എന്ന് പറയുന്നവരാണവർ. വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. വലില്ലാഹി എന്നാൽ അറിയണം, വലില്ലാഹി അല്ലാഹുവിനാണ് അൽ ഇസ്സതു, അവനാണ് ഇസ്സത്തുള്ളത്, അവനാണ് എല്ലാ അന്തസ്സും പ്രതാപവും അവൻ്റെതാണ്. വലി റസൂലിഹി അവന്റെ റസൂലിനാണ് ഇസ്സത്തുള്ളത്. വലിൽ മുഅ്മിനീൻ മുഅ്മിനുകൾക്കും, അള്ളാഹുവിന്റെ ദീനിൽ യഥാർത്ഥ വിശ്വാസമുള്ള മുഅ്മിനുകൾക്കും. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, പക്ഷേ മുനാഫിഖുകൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഈ ആയത്തുകൾ ഇറങ്ങാൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ചില കാരണങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മദീന ജീവിതത്തിൽ ആ കാലത്താണ് മുനാഫിഖുകൾ എന്ന വിഭാഗം ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞു. നിഫാഖ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് നിഫാഖ് ഇഅ്തിഖാദി, രണ്ട് നിഫാഖ് അമലി. ഒന്ന് വിശ്വാസത്തിലുള്ള നിഫാഖ്, അഥവാ അള്ളാഹുവിലും പരലോകത്തിലും റസൂലിനൊന്നും യാതൊരു വിശ്വാസമില്ല, ഉണ്ടെന്ന് അഭിനയിക്കുക മാത്രം ചെയ്യുന്നു. അവർ യഥാർത്ഥത്തിൽ കുഫാറുകളാണ്, ഇസ്ലാമിൽ പുറത്താണ്, അവരഭിനയിക്കുന്നതാണ്. അവരുടെ ഷർറ് മുസ്ലിമീങ്ങൾക്ക് കുഫാറുകളുടെ ഷർറിനേക്കാളും വലുതാണ്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസീറ. ആ മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അതാരെ കുറിച്ചാണ്? ഈ ഇഅ്തിഖാദിയായ നിഫാഖുള്ളവർ, വിശ്വാസത്തിൽ തന്നെ കാപട്യമുള്ളവർ, യാതൊരു വിശ്വാസം അവർക്കില്ല, പുറത്ത് അഭിനയിക്കും. എന്നാൽ അമലിയായ നിഫാഖ് അതാണ് മറ്റൊന്ന്. പ്രവർത്തനങ്ങളിൽ വരുന്ന കാപട്യത്തിന്റെ ഇനങ്ങൾ. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികൾ തന്നെയാണ്, പക്ഷെ അമലിൽ വന്നുപോകും നിഫാഖ്. കളവ് പറയുക, വഞ്ചിക്കുക, വാഗ്ദാനം പാലിക്കാതിരിക്കുക, ഇതൊക്കെ ആ നിഫാഖിന്റെ ലക്ഷണങ്ങളാണ്. നസ്അലുല്ലാഹൽ ആഫിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ മുനാഫിഖുകളെ കുറിച്ച്, ഈ വിശ്വാസത്തിൽ തന്നെ നിഫാഖ് ഉണ്ടായിരുന്ന ഈ ആളുകളെ കുറിച്ച് ഈ പറയപ്പെട്ട ആയത്തുകൾ, പിന്നെ നമ്മൾ കേട്ട ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം എന്താണ്? ഒരുപാട് ഹദീസുകളിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. ഈ ഒന്ന് ചുരുക്കി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടും, വരൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരതാ തിരിഞ്ഞു പോകുന്നു അഹങ്കരിച്ചുകൊണ്ട്. അള്ളാഹു പറയുന്നു, ഓ നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി പാപമോചനം നടത്തിയാലും ശരി നടത്തിയില്ലെങ്കിലും ശരി ഒരുപോലെയാണ്, അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ. ഓ നബിയെ, താങ്കൾ അവർക്ക് 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവരുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മരണപ്പെട്ടപ്പോൾ അയാളുടെ മകൻ അബ്ദുള്ള, അയാളുടെ മകൻ വേറൊരു അബ്ദുള്ള ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. ഈ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ മകൻ അബ്ദുള്ള മഹാനായ ഒരു സഹാബിയായിരുന്നു. അദ്ദേഹം മുഅ്മിനായിരുന്നു, അദ്ദേഹം മുനാഫിഖായിരുന്നില്ല. അപ്പൊ ഈ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മയ്യത്ത് മറമാടുന്ന സമയത്ത് വിളിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അപ്പൊ മയ്യത്ത് ഖബറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ശരീരം പുറത്തെടുക്കാൻ ആവശ്യപ്പെടുകയും മൂടിയിട്ടില്ല. അവിടുത്തെ ജുബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പുതപ്പിക്കുകയും ചെയ്തു. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന് കാരണങ്ങൾ ഒന്ന് മകനോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകനോടുള്ള ഇയാളുടെ മകനോടുള്ള സ്നേഹം കാരണത്താൽ. രണ്ട്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ടിരുന്നു. അബ്ബാസ് ബദറിൽ മുക്രഹായി അഥവാ നിർബന്ധിക്കപ്പെട്ട് ശത്രുക്കളുടെ കൂടെ മുസ്ലിങ്ങൾക്കെതിരായി വന്നിരുന്നു. ആര്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു വന്നതാണ് ശത്രുക്കളുടെ കൂട്ടത്തിൽ. അങ്ങനെ ബദറിൽ മുസ്ലിമീങ്ങൾ ബന്ദികളെ പിടിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ആരുണ്ട്? അബ്ബാസ് ഉണ്ടായിരുന്നു. അന്ന് അബ്ബാസിന് വസ്ത്രം ഉണ്ടായിരുന്നില്ല.
അന്ന് അബ്ബാസിന് വസ്ത്രം പുതപ്പിച്ചത് ഈ മുനാഫിഖായ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണ്, ഉപ്പാന്റെ സഹോദരനാണ്. അമ്മ ഉപ്പാന്റെ മഖാമിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നന്മക്ക് ഈ സമയത്ത് പ്രത്യുപകാരം ചെയ്തു കൊടുത്തതാണ്. ഇങ്ങനെ ഒന്നിലധികം കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായം പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, ഇതാർക്ക് വേണ്ടിയാണ് നബിയെ നിങ്ങൾ നിസ്കരിക്കുന്നത്? ഇവനല്ലേ അന്ന് പറഞ്ഞത് ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദു? അതുപോലെ ഇവനല്ലേ അന്ന് പറഞ്ഞത് ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്ന അൽഅഅ്സു മിൻഹൽ അദൽ? ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. റസൂൽ പറഞ്ഞു, വിടൂ ഉമറേ, കുപ്പായം വിടൂ. ഇന്നി ഖുയ്യിർതു ഫഖ്തർതു, എനിക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ അവസരം തന്നു, ഞാൻ തെരഞ്ഞെടുത്തു. കാരണം അള്ളാഹു പറഞ്ഞു 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയാലും പുറത്തു കൊടുക്കുകയില്ല, 71 തവണ നടത്തി നോക്കട്ടെ അള്ളാഹു പുറത്തു കൊടുത്തെങ്കിലോ എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ നടത്തുമായിരുന്നു. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളോടുള്ള അവരോടുള്ള റഹ്മത്താണ്, അവരോടുള്ള നസീഹത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു നബിയെ തിരുത്തിയ കാര്യം അതായിരുന്നു ശരി. അത് മിൻ മുവാഫഖാത്തി ഉമർ. ഉമറിന്റെ മുവാഫഖാത്ത് ഒരു പ്രത്യേക വിഷയമാണ്. അതൊരുപാട് നേരം അത് മാത്രം സംസാരിക്കേണ്ടി വരും. ഉമറിന് പല മുവാഫഖത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉമർ പറഞ്ഞ ഖൗൽ അള്ളാഹു ശരിവെക്കുകയും അത് ആയത്തിറക്കുകയും ചെയ്ത എമ്പാടും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഉമർ ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു പിന്നീട് ആയത്തിറക്കി, ولا تصلي على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله. അള്ളാഹു പറഞ്ഞു, ഓ നബിയെ, അവരിൽ ഒരാൾ മരിച്ചാലും മയ്യിത്ത് നിസ്കരിക്കരുത്, അവർ ഖബറിന്റെ അടുത്ത് നിൽക്കരുത്, അവർ അള്ളാഹുവിനെ അവന്റെ റസൂലിനെ നിഷേധിച്ചവരാണ്. അപ്പൊ ഈ മുനാഫിഖുകൾ അവർ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഫാറുകളാണ്, പുറത്ത് അഭിനയിക്കുക മാത്രമാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിസ്കരിക്കരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ അറിയിച്ചു. അതിൽ തലവന്മാരായ ചിലരുടെ പേരുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് പിന്നീട് റസൂലുള്ളാഹി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്ത്. കാരണം ഹുദൈഫ രഹസ്യം സൂക്ഷിക്കാൻ വളരെ കഴിവുണ്ടായിരുന്ന സഹാബിയാണ്. സാഹിബു സിർരി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെട്ട സഹാബി, അള്ളാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. ഫിത്നകളെ കുറിച്ച്, കുഴപ്പങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചിരുന്ന സഹാബി. അപ്പൊ ഹുദൈഫക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ വിവരങ്ങൾ, പേരുകൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള ആളുകൾ, ചില ആളുകൾ, അവർക്ക് സംശയം ഉണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടാൽ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ ഹുദൈഫ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഹുദൈഫ വന്നിട്ടില്ലെങ്കിൽ അവർ നിസ്കരിക്കുമായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു ആദ്യം. എന്നാൽ അള്ളാഹു പിന്നീട് അത് നടത്തരുത്, അവർക്കോട് നിസ്കരിക്കരുത് എന്നൊക്കെ അള്ളാഹു കൃത്യമായി വിലക്കിയ ആയത്തുകൾ പിന്നീട് അവതരിക്കുകയുണ്ടായി. ഈ ആയത്തിൽ നോക്ക്, ഇതൊരു ഖിയാറാണ്. ഇതിൽ അള്ളാഹു നടത്തണ്ടെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടിയാലും തേടിയില്ലെങ്കിലും കണക്കാണ്. അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അപ്പൊ അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്തത് ആരാണ്? കുഫാറുകളാണ്, സംശയമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മുനാഫിഖുകൾ അവർ കാഫിറുകൾ തന്നെയാണ്. കാരണം ഇത് നിഫാഖ് സാധാരണ ആളുകൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെയല്ല, മറിച്ച് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന തരം നിഫാഖുണ്ട്. അതാണിത്. ഉള്ളിലൊരു വിശ്വാസമില്ലാതെ പുറത്ത് വെറുതെ പറയുക മാത്രം. അതുകൊണ്ടാണ് അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത്. കുഫറിനോ ശിർക്കിനോ ആണത്. അല്ലാത്ത ഏത് പാപങ്ങളും തഹ്ത മശീഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ മശീഅത്തിന്, അവന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഇൻശാഅ ഗഫറ ലഹു വ ഇൻശാഅ അദ്ദബ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരവൻ അവർക്ക് അവൻ പുറത്തു കൊടുക്കും. ഇവിടെ ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ലെന്ന് അള്ളാഹു പറഞ്ഞു. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖുകൾക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അപ്പൊ അവർ ഫിസ്ഖിന്റെ ആളുകളാണ്, നിഫാഖിന്റെയും ഫിസ്ഖിന്റെയും ആളുകളാണ് അവർ. അവരാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബത്തിന് നിങ്ങളൊന്നും കൊടുക്കരുത്, അവർ പിരിഞ്ഞു പോകട്ടെ. എന്നാൽ അള്ളാഹു പറഞ്ഞ അവന്റെ കയ്യിലാണ് എല്ലാ ഖസാനയും ഉള്ളത്. അള്ളാഹുവാണ് കൊടുക്കുന്നവനും തടയുന്നവനും, ആളുകളല്ല.
ആളുകൾ അതിന് സബബ് മാത്രം. ഒരുവന് കൊടുക്കാൻ സാധിച്ചോ അള്ളാന്റെ നിഅമ, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പൊ തടയും എന്ന് പറയുന്നത് പാടില്ലാത്തതാണ്. തടയും എന്ന് കൊടുക്കുക, തടയുക എന്നുള്ളത് വളരെ വലിയ തെറ്റാണ്. മുനാഫിഖുകളുടെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞ കാര്യമാണ് അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ. അവർ പിശുക്കുകയും പിശുക്ക് കൽപ്പിക്കുകയും ചെയ്യും. കൊടുക്കാതിരിക്കുന്നു മാത്രമല്ല, കൊടുക്കുന്ന കൈ വിലക്കുകയും ചെയ്യും. അത് അള്ളാഹു ഇവിടെ പറഞ്ഞു. അതുപോലെ മറ്റൊന്ന് നോക്കി ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, അവർ മുഅ്മിനുകളെ അതില്ല എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നിന്യന്മാർ അവരുടെ കണക്കിൽ, അവർ ഇസ്സത്തുള്ള ആളുകൾ, അവിടെയുള്ള കുഫാറുകളായ അവർ ഇസ്സത്തുള്ള ആളുകൾ, അവർ പുറത്താക്കും. അള്ളാഹു പറഞ്ഞു വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനുകൾക്കുമാണ്. മുനാഫിഖുകൾ അറിയുന്നില്ല. ഇത് ഖുർആനിൽ വേറെയും സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. മുനാഫിഖുകളുടെ സ്വഭാവമാണ് അവർ ഇസ്സത്ത് തേടുക കാഫറുകളുടെ അടുത്താണ്. ഇസ്ലാമിൽ ഒരിക്കലും ഇസ്സത്ത് കാണാൻ കഴിയുകയില്ല. ഇസ്ലാമിൽ ഒരു അന്തസ് അവർക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റുള്ളവർത്താണ് അവർക്ക് ഇസ്സത്ത്. ഇന്നും നഊദു ബില്ലാഹ് എത്രയോ മുസ്ലിം പേരുള്ള ആളുകളിൽ ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ചെറിയ അളവിലും വലിയ അളവിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിലോ ഇസ്ലാമിന്റെ രീതികളിലോ ഒന്നും ഒരു അന്തസ് കാണാൻ കഴിയുന്നില്ല. മറിച്ച് മുസ്ലിങ്ങളല്ലാത്തവർ പഠിപ്പിച്ച അവരുടെ രീതികൾ, അതിലാണ് അവർക്ക് അന്തസ് അവർ കാണുന്നത്. ഇത് നിഫാഖാണ്, ഇത് കാപട്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ ഈ ദീനിൽ ഇസ്സത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയവരായിരുന്നു. അതുപോലെ അള്ളാഹു അവർക്ക് ഇസ്സത്ത് നൽകുകയുണ്ടായി. ഈ ദീൻ കൊണ്ടല്ലാതെ മറ്റെന്തിലെങ്കിലും ഇസ്സത്ത് തേടിപ്പോയാൽ അള്ളാഹു നമ്മെ അപമാനിച്ചു കളയും. എല്ലാ വിജയവും അന്തസ്സും ഒക്കെ റബ്ബിന്റെ ദീനിലേക്ക് തിരിച്ചു പോകുന്നതിലാണുള്ളത്. നോക്കൂ, ഈ സംഭവം, ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണമായി ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള സംഭവം വേറെയും കിതാബുകളിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഇമാം തിർമിദിയുടെ ജാമിഅയിൽ ഇത് കുറച്ചുകൂടി വിശദമായി വന്നിട്ടുണ്ട്. ഞാൻ ആ സംഭവം വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഗസൗനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിലായിരുന്നു. വകാന മഅനാ ഉനാസും മിനൽ അഅറാബ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അഅറാബികളായ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അഅറാബികൾ യഥാർത്ഥത്തിൽ മദീനക്കാരായിരുന്നില്ല, മക്കത്തിൽ നിന്ന് വന്നവരാണ്. മക്കയിൽ നിന്ന് വന്ന ആളുകളാണ് അഅറാബികൾ. പൊതുവെ പല മര്യാദകളും അറിയാത്ത ആളുകളാണ് അഅറാബ്. ഫകുന്ന നബ്തദിറുൽ മാ, ഇദ്ദേഹം പറയുന്നു സെയ്ദ് ഇബ്നു അർഖം, ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി, വെള്ളം ഉള്ള സ്ഥലത്ത് മത്സരിച്ച് ചെല്ലാറുണ്ടായിരുന്നു ആദ്യം കിട്ടാൻ വേണ്ടി. വകാന അൽ അഅറാബു യസ്ബിഖൂനനാ ഇലൈഹി, എന്നാൽ അറാബികൾ നമ്മളെക്കാൾ മുന്നേ എടുത്തും വേഗം വെള്ളം കിട്ടാൻ വേണ്ടി, വെള്ളം കുടിക്കാനും അവരെ ഒട്ടകങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ വേണ്ടി. ഫസബഖ അറാബിയുൻ അസ്ഹാബഹു, അങ്ങനെ കൂട്ടത്തിൽ ഒരു അറാബി അയാളുടെ കൂടെയുള്ളവരെയൊക്കെ പിന്നിലാക്കി മുന്നിലെത്തി. ലിയംല അൽ ഹൗദ്, അയാളെ ഹൗദ് നിറക്കാൻ, ഒട്ടകത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ ഒരു ഹൗദാക്കി വെക്കും. വയജഅല ഹൗലഹു ഹിജാറതൻ വയജഅലു നിതഅ അലൈഹി ഹത്താ യജീഅ അസ്ഹാബുഹു, അയാളൊരു ഹൗദ് ഇങ്ങനെ ആക്കി വെച്ചു. എന്നിട്ട് അതിന്റെ ചുറ്റും കല്ലുകൾ വെച്ചു. എന്നിട്ട് അതിന്റെ മേലൊരു തോല് കൊണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് മൂടുകയുണ്ടായി. ഖാല ഫഅതാ റജുലുൻ മിനൽ അൻസാർ അൽ അറാബി, ഇങ്ങനെ ഈ അറാബി ഇങ്ങനെ ചെയ്തപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ അവിടത്തേക്ക് വന്നു. അൻസാരി ആരാണ്? മദീനക്കാരാണ്. അപ്പൊ മദീനക്കാരായ ആളുകൾ, നാട്ടുകാർ, അവർ ഇസ്സത്തുള്ളവരെന്നും ബാക്കിയുള്ളവർ നിന്നരെന്നുമാണ്. അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലൊക്കെ പോലുള്ള ആളുകൾ, ഇങ്ങനെ ഒരു ഭിന്നിപ്പ് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഈ അൻസാരി വന്നപ്പോൾ അൻസാരി എന്ത് ചെയ്തു? ഫഅർഖാ സിമാമ നാഖതിഹി ലിതശ്റബ്, ഇയാൾ വെള്ളം അവിടെ ഇങ്ങനെ ഹൗലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അൻസാരി തന്റെ ഒട്ടകത്തിനെ ആ വെള്ളത്തിനടുത്തേക്ക് അടുപ്പിക്കാൻ പോയി, അതിന് കുടിപ്പിക്കാൻ. അപ്പൊ അറാബി സമ്മതിച്ചില്ല. അറാബി നേരത്തെ ആക്കി വെച്ചതാണ്, സ്വന്തം കൂട്ടുകാരെ കാത്തിരിക്കുകയാണ്. ഫഅബ അൻ യദഅഹു, ഒട്ടകത്തിന് കുടിക്കാൻ വിട്ടില്ല ആ അറാബി. ഫൻതസഅ ഹജറൻ, അപ്പൊ അൻസാരി എന്ത് ചെയ്തു? ആ ചുറ്റും വെച്ച കല്ലിന്നൊന്ന് നീക്കി. നീക്കിയപ്പോൾ ഫഗാദൽ മാ,
വെള്ളം അങ്ങ് പോയി. فرفع الأعرابي خشبته فضرب بها رأس الأنصاري فشجه. അറാബി എന്ത് ചെയ്തു? കയ്യിലുണ്ടായ വടിയുണ്ട് അൻസാരിയുടെ തലക്കടിച്ചു. അൻസാരി മദീനക്കാരനാണ്. തലയിലടിച്ചു, തല മുറിഞ്ഞു. فأتى عبد الله بن أبي رأس المنافقين فأخبره. ഈ അൻസാരി ചെന്ന് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ വകാന മിൻ അസ്ഹാബിഹി, അൻസാരി ഈ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ കൂട്ടത്തിലായിരുന്നു. അൻസാരി എന്ന സഹാബത്ത് റളിയല്ലാഹു അൻഹും ചില സമയത്ത് എല്ലാരെയും പറയും, എന്ന് പറഞ്ഞാൽ മദീനക്കാരെ മുഴുവൻ പറയും. അതിൽ മുഅ്മിനെന്നോ മുനാഫിഖെന്നോ പരിഗണിക്കാതെ പറയും. അതിന് ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സുബൈർ ഇബ്നുൽ അവ്വാം അയൽവാസിയായ അൻസാരിയായിട്ടുള്ളൊരു തർക്കം കൊണ്ടുവന്നു. എന്താ തർക്കം? മുകളിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പോ സുബൈറിന്റെ വീട് മുകളിലാണ്, താഴെ ആണ് അൻസാരിയുടെ വീട്. അവിടെ അൻസാരി എന്നാണ് ഹദീസിൽ വന്നത്, പക്ഷെ മുഅ്മിനല്ല. കാരണം വ്യക്തമാണ്. അപ്പൊ അൻസാരി പറഞ്ഞു സുബൈറിനോട്, വെള്ളം പിടിച്ചു വെക്കാൻ പറ്റൂല, മറിച്ച് എനിക്ക് വരട്ടെ, നേരെ എനിക്ക് വരണം എന്ന് പറഞ്ഞു. വെള്ളങ്ങൾ എടുക്കാൻ പാടില്ല. അപ്പൊ രണ്ടുപേരും തർക്കമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, സുബൈർ ഉപയോഗിച്ചിട്ട് ബാക്കി താഴേക്ക് വിട്ടുകൊടുക്കുക. അപ്പൊ അൻസാരി, ഈ സുബൈറിന്റെ എതിർ കക്ഷി ദേഷ്യം പിടിച്ചു. അയാൾ പറഞ്ഞു, താങ്കളുടെ ഇബ്നു അമ്മത്തായതുകൊണ്ടല്ലേ. കാരണം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മത്തിന്റെ മകനാണ്, സഫിയ റളിയല്ലാഹു അൻഹ. അവരുടെ മകനാണ് ആര്? നബിയുടെ ഉപ്പാന്റെ സഹോദരിയായ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. അവരുടെ മകനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. നബിയുമായി ഒരുപാട് നിലക്ക് ബന്ധമുണ്ടായിരുന്ന സഹാബിയാണ് ആര്? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അപ്പോ താങ്കളുടെ ഇബ്നു അമ്മത്തായതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു. അവിടുന്ന് സുബൈറിനോട് പറഞ്ഞു, സുബൈർ വേര് നനയോളം നനച്ചോളൂ, എന്നിട്ട് കൊടുത്താൽ മതി. വേര് നനയോളം നനക്കുക, എന്നിട്ട് കൊടുക്കുക. അതിനാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. എന്ത്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനുകളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ ഓ നബിയെ അങ്ങേ അവർ വിധികർത്താവാക്കുകയും ثم لا يجدوا في أنفسهم حرجا مما قضيت, താങ്കൾ വിധിച്ച വിഷയത്തിൽ അവരുടെ മനസ്സിൽ ഒരു വിഷമവുമില്ലാതെ വയുസല്ലിമു തസ്ലീമ, പൂർണ്ണ മനസ്സോടെ അത് സ്വീകരിക്കുകയും ചെയ്യാതെ, താങ്കളുടെ വിധി അവർ സ്വീകരിക്കുകയും ചെയ്യാതെ അവർ മുഅ്മിനുകളാവുകയില്ല എന്ന ആയത്ത് അള്ളാഹു ഇറക്കിയത് ഇയാളുടെ വിഷയത്തിലാണ്. ഖിയാമത്ത് നാൾ വരെ അതെല്ലാവർക്കും ബാധകമാണ്. ഖുസൂസു സബബ് ആണെങ്കിലും അതിന്റെ മഅന അത് ആമാണ്, എല്ലാവർക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ തർക്കങ്ങൾക്ക് തീർപ്പ് അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, ആ ഹദീസിൽ ഈ വൃത്തികെട്ട വാക്ക്, നിഫാഖിന്റെ വാക്ക് നബിയോട് പറഞ്ഞ ആളെയും അൻസാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവ മുൻഗാമികൾ സഹാബത്ത് അൻസാരി എന്ന് മദീനക്കാരെന്ന അർത്ഥത്തിൽ പറയും. അവരിലെ മുനാഫിഖിനെയും മുഅ്മിനെയും പരിഗണിക്കാതെ ചില സമയത്ത് പറയും. എന്നാൽ അള്ളാഹുവിന്റെ കിതാബിൽ السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? മുനാഫിഖുകളെ കുറിച്ചാണോ? അല്ല, മുഅ്മിനുകളായ അൻസാറുകളെ കുറിച്ചാണ്. അപ്പൊ ഇദ്ദേഹം ഈ അടി കിട്ടിയ ആള് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ ആളായിരുന്നു. അയാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തു. ഫഗദിബ അബ്ദുല്ലാഹി ബിൻ ഉബൈ, അബ്ദുല്ലാഹി ബിൻ ഉബൈന് ദേഷ്യം വരികയും ثم قال, എന്നിട്ട് പറയുകയും ചെയ്തു, ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദു മിൻ ഹൗലിഹി, യഅനി അൽ അറാബ്, നബിയുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ അവര് പോട്ടെ, എന്നിട്ട് മാത്രം എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. അറാബികളാണ് അയാൾ ഉദ്ദേശിച്ചത്. വകാനൂ യഹ്ദുറൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ തആം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ അറാബികളൊക്കെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് ആരെങ്കിലും വന്ന് എന്തെങ്കിലും കൊടുത്താൽ അതാർക്കും കൂടി കിട്ടും, കൂടെ ഇരിക്കുന്ന അറാബികൾക്കും കിട്ടും. ഫഖാല അബ്ദുല്ലാഹി ലി അസ്ഹാബിഹി, മുനാഫിഖ് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ബിൻ സുലൂൽ പറഞ്ഞു അവന്റെ ആളുകളോട്, ഇദം ഫദ്ദു മിൻ ഇൻദി മുഹമ്മദിൻ ഫഅതു മുഹമ്മദൻ ബിത്തആം ഫലിയഅകുൽ ഹുവ വമഅ, മുഹമ്മദിന്റെ കൂടെ ഇരിക്കുന്നവർ പോട്ടെ, ഈ അറാബികൾ പോട്ടെ, അപ്പൊ കൊണ്ടു കൊടുത്താൽ മതി, പിന്നെ കൊണ്ടു കൊടുക്ക, എന്നിട്ട് മുഹമ്മദും കൂടെയുള്ളവരും തിന്നോട്ടെ. സുമ്മ ഖാല ലി അസ്ഹാബിഹി, എന്നിട്ട്
തന്റെ ആളുകളോട് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ പറഞ്ഞു, ലഇൻ റജഅതു മിനൽ മദീന ഫൽയുഖ്രിജ് അൽഅസ്സു മിൻഹൽ അദൽ. മദീനത്ത് തിരിച്ചു പോയാൽ ഇസ്സത്തുള്ളവർ, അന്തസ്സുള്ളവർ അവിടുത്തെ നിന്ദരെ പുറത്താക്കട്ടെ. നല്ല പാവങ്ങളായ മുഅ്മിനുകളെയാണ് അയാൾ ഉദ്ദേശിച്ചത്. ഖാല സയ്യിദുൻ, അപ്പോൾ അതാ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ശ്രദ്ധിക്കുക, ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കുക. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഅന റിദ്ഫു അമ്മി. സയ്യിദ് റളിയല്ലാഹു അൻഹു ഇത് അറിഞ്ഞു, ഇത് കേട്ടു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്റെ അമ്മിന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. സയ്യിദ് ഇബ്നു അർഖമിന്റെ ഉപ്പാന്റെ സഹോദരന്റെ കൂടെ ഒരേ വാഹനപ്പുറത്ത് അഥവാ ഒരേ മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഖാല ഫസമിഅ്തു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ യഖൂലു മാ ഖാൽ. അപ്പൊ ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ഈ മുനാഫിഖ് ഇത് പറയുന്നത് കേട്ടു. അവന്റെ കൂട്ടത്തിലാണ് ഇത് പറയുന്നത്, അവന്റെ കൂട്ടക്കാരോടാണ് ഇത് പറയുന്നത്. പരസ്യമായി പറയാൻ പറ്റുന്ന വാക്കല്ല, ഇത് ഗുരുതരമായ വാക്കാണ്. ഫഅഖ്ബർതു അമ്മി, ഞാൻ കേട്ടത് എന്റെ അമ്മിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഫൻതലഖ ഫഅഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്റെ അമ്മ എന്ത് ചെയ്തു, ഇത് പോയി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു. കാരണം ഇത് നമീമത്തും ഗീബത്തിലും പെടുന്നതല്ല. ഇതിൽ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന വൃത്തികെട്ട കക്ഷികൾ, കുഴപ്പക്കാർ, അവരുടെ വിവരം ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നസീഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിനോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്ന് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായ ആൾ പറഞ്ഞു കൊടുത്തു. സയ്യിദാണ് ഇത് കേട്ടത്. ഫഅർസല ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ വിളിപ്പിക്കുകയും ചോദിക്കുകയും ചെയ്തു. അപ്പൊ മുനാഫിഖല്ലേ, എന്താ ഈ സത്യം പറയോ? ഫഹലഫ വജഹദ്, സത്യം ചെയ്ത് നിഷേധിച്ചു. സത്യം ചെയ്ത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഖാല ഫസദ്ദഖഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകദ്ദബനി. മുനാഫിഖായ ഉബൈ ഇബ്നു സലൂൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈയും അവന്റെ ആളുകളുണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ബുഖാരിയിലൊക്കെ ഉള്ള റിവായത്താണ്. പക്ഷെ ഇമാം തിർമിദിയുടെ ഇത് വായിക്കുന്നത് കുറച്ചുകൂടി വിശദമായി ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഫസദ്ദഖഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സത്യപ്പെടുത്തിയതാരെ? മുനാഫിഖിനെ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞത് സത്യമാണെന്ന് നബി അംഗീകരിച്ചു. വകദ്ദബനി, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞത് കളവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിൽ വിശ്വസിച്ചില്ല, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ വിശ്വസിച്ചു. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഗൈബ് അറിയില്ലല്ലോ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ആകാശത്തോ ഭൂമിയിലുള്ള ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയുക? ഒരാൾക്കും നാളെ എന്ത് നടക്കും എന്നറിയില്ല, ഭാവി അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. നബിമാർക്ക് പോലും അറിയുക അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രം, അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത അവർക്കറിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറ്റൊരു ഹദീസിൽ, നിങ്ങളിൽ രണ്ടുപേർ എന്റെ അടുത്തേക്ക് തർക്കിക്കാൻ വരും. ഒരുത്തൻ മറ്റവനേക്കാളും നല്ല നാവുള്ളവനായിരിക്കും, തെളിവ് സമർത്ഥിച്ച് സംസാരിക്കും. എനിക്ക് മനസ്സിലായതനുസരിച്ചാണ് വിധി കൽപ്പിക്കുക. അങ്ങനെ ആർക്കെങ്കിലും ഞാൻ അവന്റേതല്ലാത്ത തന്റെ സഹോദരന്റെ ഹക്ക്, അവന്റെ അവകാശം, ഇവന്റെ വാക്ചാതുരി കൊണ്ട് ആർക്കെങ്കിലും ഞാൻ വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞുകൊള്ളട്ടെ, ഞാൻ അവന് വീതിച്ചു കൊടുക്കുന്നത് ഖിത്അത്തും മിനന്നാർ, നരകത്തിന്റെ ഒരു കഷ്ണമാണ്. വേണമെങ്കിൽ വാങ്ങട്ടെ, അല്ലെങ്കിൽ അവൻ അത് സ്വീകരിക്കാതിരിക്കട്ടെ. നരകം വേണമെങ്കിൽ അത് വാങ്ങിക്കോ, അല്ലെങ്കിൽ വാങ്ങണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബുകൾ മാത്രമേ അറിയുള്ളൂ. സത്യം പറഞ്ഞ സയ്യിദ് ഇബ്നു അർഖം പറഞ്ഞത് കളവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് നബിക്ക് തോന്നിയത്. അവിടുന്ന് അതാണ് ഉറപ്പിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചു. ഖാല ഫജാഅ ഇലാ അമ്മി ഫഖാൽ ഫജാഅ ഇലയ്യ അമ്മി ഫഖാൽ. അപ്പൊ എന്റെ നബിയോട് ഇത് പോയിട്ട് പറഞ്ഞ ആളുണ്ടല്ലോ, എന്റെ ഉപ്പാന്റെ സഹോദരൻ, അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാ അറദ്ത ഇല്ലാ അൻ മഖതക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകദ്ദബക വൽ മുസ്ലിമൂൻ. എന്തിനാണ് ഇത് ചെയ്തത്? അള്ളാഹുവിന്റെ റസൂൽ നിന്നോട് ദേഷ്യപ്പെട്ടു, നീ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞു. നബി പറഞ്ഞാൽ പിന്നെ ആരും കൂടി പറയും, മുസ്ലിമീങ്ങളും പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഫവഖഅ അലയ്യ മിനൽ ഗം മാ ലം യഖഅ അലാ അഹദിൻ ഖത്തു. ഒരാൾക്കും ഇന്നേ വരെ ഉണ്ടാകാത്ത അങ്ങനത്തെ സങ്കടം എനിക്ക് അത് കാരണത്താൽ ഉണ്ടായി. ഞാൻ ആകെ വിഷമത്തിലായി, ഞാൻ ആകെ പ്രയാസത്തിലായി.
قال فبينما أنا أسير مع رسول الله صلى الله عليه وسلم في سفر. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ഇങ്ങനെ നീങ്ങുമ്പോൾ വഖദ് ഖഫിഖ്തു ബിറഅസി മിനൽ ഹം, ഞാൻ സങ്കടം കൊണ്ട് എന്റെ തല താഴ്ത്തിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. എന്റെ പ്രയാസം കൊണ്ട് ഞാൻ തല താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഇദ് അതാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്തേക്ക് വരികയും ഫഅറക ഉദുനി വദഹിക ഫി വജ്ഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്റെ ചെവി ഒന്നിങ്ങനെ തിരുമ്മി, എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്നിട്ട് സെയ്ദ് ബിൻ അർഖം പറയുന്നു, ഫമാ കാന യസുറുനി അന്ന ലീ ബിഹൽ ഖുൽദു ഫിദ് ദുനിയ, ദുനിയാവിൽ എനിക്ക് കാലാകാലം ജീവിക്കാൻ ഖുൽദ് കിട്ടിയാൽ പോലും അത്ര സന്തോഷം എനിക്കുണ്ടാവില്ല. അതിനേക്കാളും സന്തോഷം ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ചെവിക്കൊന്ന് തിരുമ്മുകയും എന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്തു. സുമ്മ ഇന്ന അബൂ ബക്കറിൻ ലഹിഖനി, അത് കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ അടുത്തേക്ക് വന്നു. വഖാല, എന്നിട്ട് ചോദിച്ചു, മാദാ ഖാല ലക റസൂലുള്ളാഹ്, എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് പറഞ്ഞത്? ഖുൽതു മാ ഖാല ശൈഅ, റസൂൽ ഒന്നും പറഞ്ഞില്ല. ഇല്ല അൻ അറക ഉദുനി വദഹിക ഫി വജ്ഹി, എന്റെ ചെവി ഒന്ന് തിരുമ്മി എന്നോടൊന്ന് ചിരിച്ചു, എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഫഖാല അബ്ശിർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അബൂബക്കറിന് ഇതെന്തിന്റെ ലക്ഷണമാണെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു, അബ്ശിർ, എന്നാ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞു. സുമ്മ ലഹിഖനി ഉമർ, അതിനുശേഷം എന്നെ രണ്ടാമത്തെ ആള് കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ അടുത്തേക്ക് വന്നു. ഫഖുൽതു ലഹു മിസ്ല ഖൗലി ലി അബീ ബക്കർ, അബൂബക്കറിനോട് പറഞ്ഞതുപോലെ ഞാൻ ഉമറിനോടും പറഞ്ഞു. ഫലമ്മ അൻ അസ്ബഹ്ന, അങ്ങനെ ആ യാത്ര നീങ്ങവേ രാവിലെ ആയപ്പോൾ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുനാഫിഖീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോതി? സൂറത്തുൽ മുനാഫിഖീൻ. അതാ രാവിലെ ഓതുകയായി, അള്ളാഹുവിന്റെ വഹി ഇറങ്ങി. അതോടെ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി മറ്റുള്ള ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സെയ്ദ് ബിൻ അർഖമിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സദ്ദഖക, അള്ളാഹു താങ്കളെ സത്യപ്പെടുത്തിയിരിക്കുന്നു, താങ്കൾ പറഞ്ഞത് സത്യമാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഏതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ സംഭവത്തിൽ ഉണ്ടായതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ തെറ്റ് ചെയ്തിട്ടില്ല, അവർ മുതഹറത്താണ് എന്നത് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്തുകൾ ഇറക്കി അള്ളാഹു തെളിയിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം, ഈ ആയത്തുകൾ ഇറങ്ങാൻ ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മുനാഫിഖുകൾ പറഞ്ഞ വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിനോട് അവർക്കുള്ള വെറുപ്പും അതുപോലെ കുഫാറുകളിൽ ഇസ്സത്ത് കാണുക എന്ന അവരുടെ സ്വഭാവമെല്ലാം ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി പറയുന്നത് നോക്കുക. സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാനം മുനാഫിഖുകളെ അള്ളാഹു ഒരുപാട് ദമ്മ് ചെയ്ത് പറഞ്ഞതിന് ശേഷം മുഅ്മിനുകളെ അള്ളാഹു വിളിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിഫാഖിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക എന്നത് നിഫാഖിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു മാർഗമാണ്. അള്ളാഹുവിന്റെ ദിക്ർ ഒരുപാട് വർദ്ധിപ്പിക്കുക എന്നത് നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ലാ തുൽഹികും, നിങ്ങളെ അശ്രദ്ധരാക്കി കളയരുത്, അംവാലുക്കും, നിങ്ങളുടെ സമ്പത്തോ, വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളോ, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ മുഅ്മിനുകളെ നിങ്ങളെ അശ്രദ്ധരാക്കി കളയരുത്. വമൻ യഫ്അൽ ദാലിക, ആരങ്ങനെ ചെയ്തോ, അഥവാ ആര് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ലഹുവിലായിപ്പോയോ, അശ്രദ്ധയിലായിപ്പോയോ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാകുന്നു നഷ്ടം പറ്റിയ ആളുകൾ. വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ്. ഫയഖൂല, അപ്പോൾ അവൻ പറയും, റബ്ബി, എന്റെ റബ്ബേ, ലൗലാ അഖർതനി, നീ എനിക്ക് സമയം നീട്ടി തന്നിരുന്നുവെങ്കിൽ, ഇല അജലിൻ ഖരീബ്, ഒരടുത്ത അവധി വരേക്കും, കുറച്ച് നീ എനിക്കൊന്ന് അവധി നീട്ടി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഅസ്സദ്ദഖ, എങ്കിൽ ഞാൻ സദഖ ചെയ്യുകയും, വകും മിനസ് സാലിഹീൻ, സാലിഹുകളുടെ കൂട്ടത്തിൽ നല്ലവരിൽ ഞാൻ ഉൾപ്പെടുകയും ചെയ്തേനെ, അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. എന്നാൽ വലൻ യുഅഖിറ,
ഒരിക്കലും നീട്ടിക്കൊടുക്കുകയില്ല. അള്ളാഹു നഫ്സൻ, ഒരാൾക്കും ഒരു നഫ്സിനും ഒരാൾക്കും അള്ളാഹു നീട്ടിക്കൊടുക്കുകയില്ല. ഇദാ ജാഅ അജലുഹാ, ഓരോ നഫ്സിന്റെയും അജൽ, ആയുസ്, അതിന്റെ അവധി എത്തിയാൽ അള്ളാഹു പിന്നെ നീട്ടിക്കൊടുക്കുകയില്ല. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അള്ളാഹുവിനറിയാം നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്, എന്ത് ചെയ്യുമെന്ന്. സമയം നിങ്ങൾക്ക് നീട്ടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമെന്നും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അങ്ങനെ അറിയുന്ന ഖബീറാണവൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തുകളുടെ തഫ്സീറിൽ പറയുന്നു, യഖൂലു തആല ആമിറൻ ലിഇബാദിഹിൽ മുഅ്മിനീന ബികസ്റതി ദിക്രിഹി, അള്ളാഹു മുഅ്മിനുകളായ അവന്റെ അടിമകളോട് അവനെ ധാരാളമായി ദിക്ർ ചെയ്യാൻ പറയുന്നു. കാരണം ധാരാളമായി ദിക്ർ ചെയ്യുക എന്നത് വിജയിക്കാനുള്ള മാർഗമാണ്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ വനാഹിയൻ ലഹും അൻ തുശ്ഗിലുഹുമുൽ അംവാലു വൽ ഔലാദു അൻ ദാലിക്, സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അവരെ ശുഗലാക്കി കളയുന്നത് അള്ളാഹു വിലക്കുന്നു. അങ്ങനെ ആയി പോകരുത്. വമുഖ്ബിറൻ ലഹു ബിഅന്നഹു മൻ ഇൽതഹാ ബിമതാഇൽ ഹയാത്തിദ് ദുനിയ വസീനതിഹാ അമ്മാ ഖുലിഖ ലഹു മിൻ ത്വാഅതി റബ്ബിഹി വദിക്രിഹി ഫഇന്നഹു മിനൽ ഖാസിരീന അല്ലദീന യഖ്സറൂന അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ. ആരാണോ ഈ ദുനിയാവും അതിന്റെ അലങ്കാരങ്ങളും ആരെയാണോ അശ്രദ്ധയിലാക്കി കളഞ്ഞിട്ടുള്ളത്, അള്ളാഹു അവനെ എന്തിനാണോ പടച്ചത് അക്കാര്യത്തിൽ നിന്ന്, അള്ളാഹു നമ്മളെ പടച്ചെന്തിനാ? അവനെ ഇബാദത്ത് ചെയ്യാനാണ്. അതിൽ നിന്ന് അള്ളാഹു അവന് വേണ്ടി പടച്ച ദുനിയാവ് അവനെ അശ്രദ്ധയിലാക്കി കളയുന്നു. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ബാക്കിയുള്ളതൊക്കെ അള്ളാഹ് നമുക്ക് വേണ്ടി പഠിച്ചതാണ്. നമ്മളെ അള്ളാഹ് എന്തിനു പഠിച്ചതാ? അവനെ ഇബാദത്ത് ചെയ്യാൻ. നമുക്ക് വേണ്ടി പടക്കപ്പെട്ടത് നമ്മെ എന്തിനാ റബ്ബ് പടച്ചോ അക്കാര്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയരുത്. മറിച്ച് ഇതൊക്കെ റബ്ബിനെ നമ്മളെന്തിനാണോ പഠിച്ചത് അതിലേക്ക് നമ്മളെ സഹായിക്കാനുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ നിഅമത്ത് നീ ഉപയോഗപ്പെടുത്തുക റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ. ദീനിയായ നിന്റെ ജീവിതം നേരെ പോകാനുള്ള സഹായങ്ങളാണ് അള്ളാഹു നിനക്ക് തന്ന സമ്പത്തും ആരോഗ്യവും മക്കളും ഇതൊക്കെ. അല്ലാതെ നിന്റെ ദീനിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയാനുള്ള കാര്യങ്ങളല്ല. ഇതിനാണ് നീ ഇത് ഉപയോഗപ്പെടുത്തേണ്ടത്. അതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. അവൻ അള്ളാഹു കൊടുത്ത ഏത് നിഅമത്താകട്ടെ അള്ളാഹുവിന്റെ ദീനിയുടെ നടപ്പിലാക്കാൻ അവൻ അത് ഉപയോഗിക്കും. അങ്ങനെ ചെയ്തില്ലേ ഫഇന്നഹു മിനൽ ഖാസിരീന അല്ലദീന യഖ്സറൂന അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ദൗർഭാഗ്യവാന്മാരിൽ അവൻ ഉൾപ്പെടും. ثم حثهم على الإنفاق في طاعته, പിന്നെ അള്ളാഹു അവൻ അനുസരിക്കുന്ന കാര്യത്തിൽ ചെലവഴിക്കാൻ നമ്മെ ഉണർത്തി. നിങ്ങൾ അറിയുമോ, മുസ്ലിങ്ങളല്ലാത്ത കുഫാറുകളായ പലരും എഴുതിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർ പോലും പറഞ്ഞിട്ടുണ്ട്. പല മരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ആളുകൾ ചെയ്യാത്ത കാര്യം, ജീവിതത്തിൽ വിട്ടുപോയ കാര്യത്തിൽ ഖേദിക്കുക. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് അവർ ദാനധർമ്മത്തിന്റെ കാര്യത്തിലാണ്. എന്നാക്കത് കൊടുത്തില്ലല്ലോ, അതവിടെ കൊടുത്തില്ലല്ലോ, അതൊക്കെ ഇങ്ങനെ കൊടുക്കണം എന്നാണ് മരണസമയത്ത് പലരും പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് മുസ്ലിങ്ങളല്ലാത്തവർ പോലും എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് എത്ര ഹക്കാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവെക്കാളും സത്യം പറയുന്ന ഇതാരുണ്ട്? അവർക്ക് അജലെത്തിയാൽ എന്താണ് പറയുന്നത്? ആദ്യം പറയുന്നത് എന്താ? ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദഖ ചെയ്യുകയും ഞാൻ സാലിഹുകളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യാമല്ലോ എന്ന് അവർ പറയും. നോക്ക്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഫകുല്ലു മുഫർരിത്തിൻ, വീഴ്ച വരുത്തിയ എല്ലാവരും, മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ, വീഴ്ച വരുത്തിയ എല്ലാവരും യന്ദമു ഇൻദൽ ഇഹ്തിദാർ, മരണമെത്തിയ സമയത്ത് അവൻ ഖേദിക്കും. വയസ്അലു തൂലൽ മുദ്ദ, കുറച്ചുകൂടി നീട്ടിത്തരാൻ അവൻ റബ്ബിനോട് ചോദിക്കും. വലൗ ശൈഅൻ യസീറ, കുറച്ചെങ്കിലും. ലിയസ്തഅതിബ വയസ്തദ്രിക മാ ഫാതഹു വഹൈഹാത്ത്, നഷ്ടപ്പെട്ടത് ഒന്ന് ചെയ്യാത്തത് ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം. വഹൈഹാത്ത്, അത് നടക്കുവോ? ഇല്ല, അതെത്ര വിദൂരമാണ്, അത് നടക്കാത്തതാണ്. കാന മാ കാൻ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. വഅതാ മാ ഹുവ ആതിൻ, വരേണ്ടത് വന്നു. വകുല്ലും ബിഹസബി തഫരീതിഹി, ഓരോരുത്തരും അവന്റെ വീഴ്ചക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇത് ഖേദിക്കുക. എത്ര വീഴ്ച വരുത്തിയിട്ടുണ്ടോ അത്രയും. എന്നാൽ കുഫാറുകളാണെങ്കിലോ അവരെന്തു പറയും? സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു പറഞ്ഞു, വഅൻദിരിന്നാസ യൗമ യഅതീഹിമുൽ അദാബ്, ജനങ്ങളെ നീ താക്കീത് ചെയ്യുക,
അവർക്ക് അദാബ് വരുന്ന നാളിനെ കുറിച്ച് ഫയഖൂലു അല്ലദീന ളലമൂ അന്ന് ദുൽമ ചെയ്ത ആളുകൾ അതിക്രമികൾ പറയും റബ്ബന അഖിർന ഇലാ അജലിൻ ഖരീബിൻ നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ അല്ലാഹു അടുത്തൊരു അവധി വരേക്കും നീ എന്നെ നീട്ടിത്തരൂ ഞാൻ നീ വിളിച്ച കാര്യത്തിന് ഉത്തരം നൽകുകയും നിന്റെ റസൂലുകളെ പിൻപറ്റുകയും ചെയ്യാം. അല്ലാഹു പറയും അവലം തകൂനു അഖസംതും മിൻ ഖബൽ നിങ്ങൾ മുമ്പ് ഇങ്ങനെ ഒരു രംഗം വരികയില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞവരായിരുന്നില്ലേ? മാലക്കും മിൻ സവാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞവരായിരുന്നില്ലേ നിങ്ങൾ? സഹോദരങ്ങളെ, മരണമെത്തിയാൽ സമയം നീട്ടിത്തരാൻ ചോദിക്കുന്ന കാര്യം അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് ഓതേണ്ട ആയത്തുകളാണ് അതൊക്കെ. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞു ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ ഖാൽ അവർ പറയും റബ്ബിർജിഊൻ അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കൂ എന്ന് പറയാം. റബ്ബിർജിഅനി എന്ന് പറഞ്ഞാൽ മതി. റബ്ബിർജിഊൻ എന്ന് പറയുന്നത് ഇർജിഅനി എന്ന് പറയുന്നത് പോലെയാണ്. അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കൂ, ഒന്നെന്നെ തിരിച്ചു മടക്കൂ എന്നാണ്. ലഅല്ലി അഅമലു സാലിഹൻ ഞാൻ സാലിഹായ വല്ലതും പ്രവർത്തിക്കട്ടെ ഫീമാ തറക്തു ഞാൻ ഉപേക്ഷിച്ചു പോയ ഈ ദുനിയാവിൽ ഞാൻ ഉപേക്ഷിച്ചു പോയ പ്രവർത്തനങ്ങൾ. കല്ലാ ഇല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ അതവൻ പറയുന്ന ഒരു വാക്ക് മാത്രമാണ്, അതവൻ പറയുക തന്നെ ചെയ്യും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ ഇനി ഖിയാമത്ത് നാൾ വരെ ഉള്ളത് ബർസഖാണ്. ഖബർ ശിക്ഷക്കും ഖബറിലെ രക്ഷക്കും ഉള്ള തെളിവാണ് ഈ ആയത്ത്. അള്ളാഹു പറഞ്ഞു ഖിയാമത്ത് നാളിനും ദുനിയാവിനും ഇടയ്ക്ക് ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട്. അവിടെയുള്ള ആളുകൾ ഈ ലോകത്തുമല്ല എന്നാൽ ആഖിറത്തിലുമല്ല പൂർണ്ണമായും. അവർ ഖബറിലാണ് അല്ലെങ്കിൽ ബർസഖിൽ. ഖബർ അടക്കിയാലും ശരി, എങ്ങനെ ആയാലും ശരി, കഷ്ണമായി വായുവിൽ അവന്റെ ശരീരം ചിതറിയിട്ടുണ്ടെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ അദാബ് ശിക്ഷ അല്ലെങ്കിൽ ഖബറിലെ രക്ഷ അല്ലാഹു ഓരോരുത്തർക്കും നൽകുക തന്നെ ചെയ്യും. നസ്അലുല്ലാഹൽ ആഫിയ. സഹോദരങ്ങളെ, ഈ കാര്യം അല്ലാഹു പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ആര് ചോദിച്ചാലും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ ഒരു നഫ്സിനും അല്ലാഹു അതിന്റെ അവധി എത്തിയാൽ നീട്ടിക്കൊടുക്കുകയില്ല. വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നന്നായി അറിയുന്നവനാകുന്നു. ഇബ്നു കസീർ പറഞ്ഞു ഐ ലാ യുൻദിറു അഹദൻ ബഅദ ഹുലൂലി അജലിഹി ഒരാൾക്കും അല്ലാഹു സമയം നീട്ടിക്കൊടുക്കുകയില്ല ആയുസ് എത്തിക്കഴിഞ്ഞാൽ. വഹുവ അഅലമു വഅഖ്ബറു ബിമൻ യകൂനു സാദിഖൻ ഫീ ഖൗലിഹി വസുആലിഹി ഈ ചോദിക്കുന്നവന്റെ അവസ്ഥ, അവൻ ഈ പറയുന്ന കാര്യത്തിൽ സത്യസന്ധനാണോ എന്ന് നന്നായി അറിയുന്നവനാകുന്നു റബ്ബ്. ലവറദ മിമ്മൻ ലൗ റുദ്ദ ലആദ ഇലാ ശർരി മിമ്മാ കാന അലൈഹി വലിഹാദാ ഖാല തആല വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ ഈ ചോദിക്കുന്നവൻ രണ്ടാമതും ദുനിയാവിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ഷർറാണ് ചെയ്യുക എന്ന് റബ്ബ് അറിയുന്നവനാണ്. അങ്ങനെയുള്ളവർ അവരിലുണ്ടെന്ന്. അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് എന്ന് പേരുള്ള മഹാനായ താബിഈ അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും ഈ അവധി എത്തിയാൽ വീണ്ടും നീട്ടിക്കൊടുക്കുകയില്ല. എന്നാൽ നിന്റെ കാര്യത്തിൽ നീ സങ്കല്പിക്കുക, നീ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? നീ സങ്കല്പിക്കുക, നിനക്ക് മരണത്തിന്റെ സമയമെത്തിയിട്ട് നീ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ കുറച്ച് നാളിലേക്ക് കൂടി എനിക്കൊന്ന് നീട്ടിത്തരൂ, കുറച്ച് സമയത്തേക്ക് ഒന്നുകൂടി എനിക്കൊന്ന് ജീവിതം തരൂ എന്ന് നീ ചോദിച്ചു. അല്ലാഹു നിനക്ക് തന്നു എന്ന് സങ്കല്പിക്കുക. ആ സമയത്താണ് നീ ഉള്ളത് എന്നതുപോലെ ജീവിച്ചാൽ മതി. മനസ്സിലായോ? അള്ളാഹുവിനോട് മരണസമയത്ത് കുറച്ചുകൂടി നീട്ടിത്തരാൻ ചോദിച്ചു, അള്ളാഹു നീട്ടിത്തന്നു. ആ നീട്ടിത്തന്ന സമയമുണ്ടല്ലോ, ആ സമയമാണിത് എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചോളൂ എന്ന് അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈ പറയുകയുണ്ടായി. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് മറ്റൊരു താബിഈയാണ്. അദ്ദേഹം ഈ വാക്ക് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ,
അള്ളാഹുവിന്റെ കിതാബിൽ എവിടെ നോക്കിയാലും മരണസമയത്ത് അള്ളാഹുവിന്റെ അദാബ് വരുന്ന സമയത്ത് സമയം ഒന്നുകൂടി നീട്ടിത്തരുമോ എന്ന് ചോദിക്കുന്നവരൊക്കെ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാ? കുറച്ചുകൂടി ഞാൻ എന്റെ കുടുംബത്തെ കണ്ടോട്ടെ, കുറച്ചുകൂടി ഞാൻ എന്റെ സമ്പത്ത് അനുഭവിച്ചോട്ടെ എന്നല്ല ഒരാളും ചോദിക്കുന്നത്. എല്ലാവരും അമല് ചെയ്യാൻ, അള്ളാഹുവെ നല്ലതെന്തെങ്കിലും ചെയ്യാൻ, നിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ, നിന്റെ റസൂലുകൾ അനുസരിക്കാൻ ഉള്ള അവസരം. ഇതിനാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത് അതിനാണ്. ഇപ്പൊ സഹോദരങ്ങളെ, എന്നതുപോലെ ജീവിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളായി ജീവിക്കാനും ഈമാനോടെ മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.